കാർഷിക മേഖലയ്ക്കും കർഷകർക്കും കൈത്താങ്ങുമായി കേന്ദ്രം പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യത്ത് 100 ജില്ലകളെ കാർഷിക ജില്ലകളായി പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും വർദ്ധിപ്പിക്കുക, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വായ്പാ ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ये प्रधानमंत्री धन धान्य कृषि योजना का उद्देश्य है. बहुत ही महत्वाकांक्षी, बहुत महत्वपूर्ण, बहुत ही एक गेम चेंजिंग स्कीम ये होने वाली है. राज्यों का सहयोग लिया जाएगा भरपूर इसमें. जिले के लेवल पे, ब्लॉक के लेवल पे और राज्य के लेवल पे गहन कंटिन्यूस मॉनिटरिंग की जाएगी. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കാർഷിക മേഖലയും കർഷകരെയും വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ ഒരു പദ്ധതിയിലൂടെ എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? സുരേഷ്, രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുവാനുള്ള ഏറ്റവും പുതിയ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ധൻധാന്യ യോജന. 2025-26 ബഡ്ജറ്റിലാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. 100 ജില്ലകളെ കാർഷിക സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി 1.7 കോടിയോളം വരുന്ന കർഷകർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനമായും നിരീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ മതിയായ വിളകൾ ലഭ്യമാകുക, അതേപോലെ തന്നെ വായ്പാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയതാണ് ഇതിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ജലസേചന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുവാൻ ഇതിൽ നിഷ്കർഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദീർഘകാല ഹ്രസ്വകാല വായ്പകൾ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനങ്ങൾക്കും അതേപോലെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുമാണ് ഈ പദ്ധതി കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് ഈ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി. കഴിഞ്ഞ 2025-26 വർഷ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഇത് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. 100 ജില്ലകളിലായിരിക്കും ഈ പദ്ധതി ഗുണം ചെയ്യുക. പ്രത്യേകിച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പരമ്പരാഗത കർഷകർക്ക് മാത്രമല്ല, ഗ്രാമീണ സ്ത്രീകൾക്കും അതേപോലെ തന്നെ യുവാക്കൾക്കും, യുവ കർഷകർക്കും അതേപോലെ തന്നെ ഭൂരഹിതരായ കുടുംബങ്ങൾക്കുമൊക്കെ തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം തന്നെ പദ്ധതികൾക്ക് വായ്പ കൃത്യമായി നൽകുക എന്നുള്ളതാണ്. സബ്സിഡി അടക്കമുള്ള ഈ മൈക്രോ ഫിനാൻസ് വായ്പകളായിരിക്കും ഈ പദ്ധതിക്കായി ലക്ഷ്യം വെക്കുക. ഒപ്പം തന്നെ ഹ്രസ്വ ദീർഘകാല വായ്പകളായിരിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഏറെ പ്രത്യേകത. ഒപ്പം തന്നെ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്നുള്ള പദ്ധതിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി, അതേപോലെ തന്നെ സ്പ്രിംഗ്ലർ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ കനാൽ ശൃംഖലകൾ തുടങ്ങിയ ആധുനിക ജലസേചന രീതികൾ ഈ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വരുമെന്നുള്ളതാണ്. ഈ പദ്ധതിയിൽ ഉൽപ്പാദനം മാത്രമല്ല, ഇതിൻ്റെ സംഭരണവും പ്രധാനമായി ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അതായത് പഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ ഈ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന രീതിയിൽ ഗോഡൌണുകൾ, അതേപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളടക്കം ലഭ്യമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ധാന്യ ബാങ്കുകൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. ഇങ്ങനെ വലിയ സമഗ്രമായ, വലിയ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്രമായൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. അതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. സുരേഷ്, യെസ്, നന്ദഗോപനാണ് ഡൽഹി വിശദാംശങ്ങൾ നൽകിയത്.